ആണല്ലേ? തിയേറ്ററിലൊക്കെ കണ്ടപ്പോ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വർക്കായല്ലോ അപ്പൊ നിങ്ങൾക്കൊക്കെ. അപ്പൊ നമ്മള് ഒരു 6-7 മാസം മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണ്. 70ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചൊരു സിനിമയാണ്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് അവരുടെ കഥ പറയാനായിട്ട് എടുത്ത് ഈ ഒരു എഫേർട്ട് സക്സസ്ഫുൾ ആയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോ പടം കണ്ടിറങ്ങി പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ ഇതുവരെയും കേട്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ആളുകൾ വരണം, നിങ്ങൾ ആളുകളോട് സജസ്റ്റ് ചെയ്യണം സിനിമ കാണാനായിട്ട്. ഒരു കോമഡി സിനിമയാണ്. അപ്പൊ കണ്ടിറങ്ങിയാൽ എല്ലാവർക്കും വർക്കായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒക്കെയും വർക്കാവുന്നത് വിശ്വസിക്കുന്നു. ഞാൻ റംലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. സാധാരണ പ്രേക്ഷകന് ഇതിപ്പോ വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു വലിയ സ്കെയിലിൽ പറയുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. ഒരു സാധാരണക്കാരൻ്റെ ചേട്ടൻ പറഞ്ഞാൽ പണ്ട് ശ്രീനിവാസൻ സാറിന്റെ സിനിമകളൊക്കെ കാണാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി കാണാൻ ആ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഒരു ടൈറ്റ് ഫീൽ ഉണ്ടാവും. അതുപോലത്തെ ഒരു സിനിമയാണ് പെരുമാനി. അപ്പൊ അങ്ങനെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമാവും, സന്തോഷമാവും എന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചു ഞാനിതിൽ അബി എന്നുള്ള കഥാപാത്രങ്ങൾക്ക് അപ്പുറം ഈ സിനിമ ടോട്ടലി സിനിമയാണ്. സിനിമ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോവലും ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നില്ല. വേറൊരു ഫിക്ഷണൽ നാടും അവിടെ ഉള്ളൊരു പരിപാടിയൊക്കെ ഭയങ്കര ഹ്യൂമർ, തമാശ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് മ്യൂസിക്കൊക്കെ ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അപ്പൻ കണ്ടവർക്കറിയാം. അപ്പൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനുശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിന് ഭാഗമാകാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. ആളുകൾ ചിരിക്കുന്നതും എൻജോയ് ചെയ്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ, ഫാമിലി ആയിട്ട് വന്ന് കാണാം. 100% ഉറപ്പാണ്. അത് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഏത് ജോണറിലുള്ള സിനിമയാണ്? ഇതൊരു അങ്ങനെ ഒരു ജോണർ, പ്രത്യേക ജോണർ പറയണില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു ഫിക്ഷണൽ ഡ്രാമയാണ്. നാടും അങ്ങനത്തെ ഒരു സ്ഥലം നമ്മളിങ്ങനെ കഥകളിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് ഓഫ് പരിപാടിയാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. അത് അത്തരം സിനിമകൾ കണ്ടിട്ടും ഇത്തരം മേക്കിംഗ് കണ്ടിട്ട് നമുക്ക് കുറച്ചായി. അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ വരിക, കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കണം എങ്ങനെ വരും എന്താണെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങളെല്ലാവരും പെരുമാനി എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. 70ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയാണ് പെരുമാനി. ഞാനിൽ ലീഡായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ, ഇത്രയും നല്ലൊരു ഡയറക്ടറിൻ്റെ കൂടെ മഞ്ജു KV എഴുതി ഡയറക്റ്റ് ചെയ്ത സിനിമ പെരുമാനിയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. രാമൊരു ഫിലിമാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. സെക്കൻഡ് ഹാഫിൽ വളരെ ഇഷ്ടം കുഴപ്പമില്ല. ഇതേപോട്ടിൻ്റെ എല്ലാവരും അഭിനയം നല്ലതാണ്. പ്രത്യേക മേക്കിംഗ് ആണ്. ഇതുവരെ കാണാത്ത ഒരു മേക്കിംഗ്, കോമഡി ഉണ്ട്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. അങ്ങനെയല്ല, ഇതൊരു മറ്റേ അപ്പൻ മണാൽ ആ ഡയറക്ടറാണ്. ഇതുവരെ കാണാത്ത മേക്കിംഗ് ആണ്. ഗ്രാമം ബേസ്ഡ് ഫിലിമാണ്. കോമഡിയാണ് മെയിൻ ചെയ്യുന്നത്. ലുക്മാനായാലും സഞ്ജീവനായാലും മറ്റേ ഇതിനെപ്പോട്ടും ഭയങ്കര ആക്ടിങ് അതിൽ പറയണ്ട. അത് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെയാണ് പറയുന്നത്. ഗ്രാമത്തിൽ അങ്ങനെയാണ് എല്ലാം എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ഫസ്റ്റ് അപ്പടിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല. കോമഡിയാണ് വലിയ ശ്രദ്ധിക്കാൻ കുറേ. പിന്നെ വിനയ് ഫോർട്ടിൻ്റെ അഭിനയം ഉള്ളൂ.
സന്തോഷമാണ്. ഞാൻ ഒരു തമിഴ് പടം എനിക്ക് വന്നിരുന്നു, ആ പടം എനിക്ക് എങ്ങനെ മാറിപ്പോയി. ആ സമയത്ത് തന്നെ ആലത്തൂരുള്ള പ്രതിഭട്ടം ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അതുപോലെ നോക്കി നിങ്ങളൊക്കെ എല്ലാവരും കാണാനൊക്കെ പറയണം. ഫസ്റ്റ് ഷോ ഇന്നിപ്പോ കഴിഞ്ഞു. ഇതുവരെ കേൾക്കുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ്. ഇനിയിപ്പോ റിവ്യൂസ് കണ്ടിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക. കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതിന്റെ പ്രീമിയറിന്റെ സമയത്താണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഓൾമോസ്റ്റ് മിക്കവരും സിനിമ ആദ്യമായിട്ട് കാണുന്നത്. കാരണം ഇതിന്റെ പാച്ചിനും ഡബിലൊക്കെ ആയിട്ട് കുറച്ച് കണ്ടതല്ലാതെ സിനിമ മുഴുവനായിട്ട് ഞങ്ങൾ ആരും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പ്രീമിയറിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മിനിങ്ങാന്നായിരുന്നു പ്രീമിയർ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് സിനിമ വർക്ക് ആവും എന്നുള്ളൊരു വിശ്വാസം കണ്ടിറങ്ങിയ എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് മാത്രമായിരുന്നു പ്രീമിയറിന് തന്നെ തന്നിരുന്നത്. സിനിമ മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അപ്പൊ അവരെന്നെ ഒരു പോസിറ്റീവ് റിവ്യൂ തന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ആളുകൾക്ക് ഇഷ്ടമാവുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസ്പോൺസും കൂടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, ഒരുപാട് പേരെ കാണും, ഇഷ്ടപ്പെടും. ഇതൊരു കോമഡി ജോണറാണ്. ഇതൊരു കംപ്ലീറ്റ് ഫിക്ഷൻ ആണ്. ഇതിന് യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊരു ഫിക്ഷണൽ വർക്കാണ് മൈചേട്ടന്റെ. എവിടെയോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറെ ആളുകളുടെ കഥ. ഈ ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ്. ഇതിൽ വില്ലനോ അല്ലെങ്കിൽ ദുഷ്ടനോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഓരോ കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. റിലീസായി പ്രതികരണങ്ങളൊക്കെ എവിടെ
വളരെ ഹാപ്പിയാണ്. ഇനി കുറച്ചുകൂടെ ആളുകൾ ഇപ്പം ഇറങ്ങി കണ്ട ആളുകൾക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആണ്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷേ ഇത് കുറെ ആളുകളിലേക്ക് ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ള ചിന്തകളാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്പ്രെഡ് ചെയ്യുക, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ദിവസം ആളുകൾ പടം കാണുക എന്നുള്ളതാണ്. അപ്പം ഉറപ്പാണ് ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും നല്ല കണ്ടന്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. എന്നാലും പരമാവധി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് കയറുക. അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രയോറിറ്റി. ആള് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. വേറെ ആളുകളൊക്കെ ഇല്ല പടത്തിലപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെ മാജിക് ഉണ്ട്. രാധികയുടെ സഞ്ജന മികച്ച അഭിനയമാണ്. എന്റെ മജുവിന്റെ മാജിക് എല്ലാരും അഭിനയിച്ചിട്ടുണ്ടല്ലോ. സഞ്ജന കറാട്ടെ കേട്ടോ കളിക്കണ്ട. മതി മതി മതി. ഭയങ്കര കൂട്ട ചിരിയൊക്കെയാണല്ലോ തിയേറ്ററിൽ കേട്ട്. അതാണ് ഈ സിനിമ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണ്. ആളുകൾ ഒരു അടിപൊളി സന്തോഷം. വലിയ സന്തോഷം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് പറയുന്നു. ഞങ്ങളൊരു ചെറിയൊരു പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, ഞാൻ പുറത്ത് കറങ്ങി കിടക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൺസിസ്റ്റന്റ് ആയിട്ട് ചിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമ ഒരു കോമഡി ജോണറാണ്, കോമഡി ഡ്രാമയാണ്. അപ്പൊ നമ്മളൊരു കോമഡി ഡ്രാമ ചെയ്തിട്ട് അത് വർക്ക് ആയില്ലെങ്കിൽ പണിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഒറ്റ സെക്കൻഡ് എനിക്കിതില്ലാതെ വിനയനെ കാണാൻ വയ്യ. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മുടെ കോമഡി ഡ്രാമ ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് വർക്ക് ആയി എന്നുള്ളതാണ് കാര്യം. ഞാൻ ആദ്യത്തെ ഈ ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആളുകൾ ചിരിക്കുന്നുണ്ട്. സോ അതിന്റെ ഹാപ്പിനെസ് ഭയങ്കര. വിനേട്ടന്റെ ഈ ഒരു അപ്പിയറൻസിൽ കാണുമ്പോ തന്നെ ചിരി വരുന്നില്ലേ? ശരിക്കും വരുന്നുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളൂ. സന്തോഷിതാണോ ഇത് ഇപ്പൊ പറയുന്നത്? ഞാനെന്ന് പറയുന്ന വ്യക്തിയോ നടനോ കഥാപാത്രമോ അതിന്റെ പ്രത്യേക സിനിമ ആളുകൾക്ക് വർക്കായിരുന്നുണ്ടെടുത്താണ് കാര്യം. സിനിമ കൂടിയായിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകൾ തിയേറ്ററിലേക്ക് എത്തി. വളരെ നല്ല സിനിമയാണ്. സിനിമ കാണുക. ഈ പറയുന്നത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കാം. അത് കൂടാതെ വിനേട്ടർ കൂടെ അഭിനയിച്ചാലും യുഗ്മാനായാലും സന്നിവേനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി വർക്കൗട്ട് അവരും ശ്രമിച്ചിട്ടുണ്ട്. ഞാനോ ലുക്കോ സണ്ണിയോ എന്നുള്ളതല്ല, ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ കഥാപാത്രവും ആ ക്യാരക്ടറിനോട് ജസ്റ്റിസ് ചെയ്യുന്നുള്ളതാണ്. ഈ സിനിമയിൽ മതപരമായ എലിമെന്റ് ഉള്ളതുകൊണ്ട് അതൊരു ഭയം ഉണ്ടായിരുന്നോ? കാരണം ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ ഇതിന് മതപരമായിട്ടുള്ള പരിപാടി ഇല്ലടോ. നമ്മൾ ഇനിയിപ്പോ ഇവർ സിനിമ തുടങ്ങുന്നത് ചായക്കടയിൽ നിന്നാണ്. ചായക്കട നടത്തുന്നത് കുട്ടിക്ക് നായരും കൂടെയാണ്. മനസ്സിലായോ? അപ്പൊ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. പിന്നെ ഒരു സിനിമയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു ഇത് പറയുന്നത് ഇപ്പൊ മുസ്ലിം പറയുന്ന ആ ഒരു കൾച്ചറിനെ ഭയങ്കര രസകരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഇന്ന് മലയാളികളെ സംബന്ധിച്ച് ജാതി മതം പരിപാടിയല്ല. നമ്മൾ തിയേറ്ററിൽ വരുന്ന എന്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ചിലവരതെടുത്ത് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലേ? തീർച്ചയായും ബാധിക്കില്ല. സിനിമ നല്ലതാണെങ്കിൽ ഓടിയിരിക്കും. സിനിമ നല്ലതാണെങ്കിൽ ഓടിയിരിക്കും. സിനിമ നല്ലതാണ് ഈ പറയുന്നത്. ഈ കൺസിസ്റ്റന്റ് ലാഫ്റ്റർ ഭയങ്കര രണ്ട് തവണ നമ്മൾ സിനിമ കാണുമ്പോഴും ആളുകൾ ചിരിച്ചെടുത്ത് തുടർച്ചയായിട്ട് ചിരിച്ചു. അപ്പൊ അത് ഭയങ്കര പ്രതീക്ഷകളാണ്. ഓക്കെ, ഈ ചിരി പലപ്പോഴും ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലായിരുന്നു പല സമയത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തീം ഉൾക്കൊണ്ട് തന്നെയാണോ ആദ്യം മുതലേ സിനിമ പ്ലാൻ ചെയ്തത്? തീർച്ചയായിട്ടും സ്ക്രിപ്റ്റില് ലൈക്ക് ഓരോ പോയിന്റിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു.
ഇങ്ങനെ ആയിരിക്കണം സിനിമ എന്നുള്ളത്. എന്തായാലും താങ്ക് യു. Welcome.